ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമുള്ള വീഡിയോ ആണ്. നമ്മൾ ഈറോഡ് മാർക്കറ്റ് കിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് മേടിച്ച പശുവാണ്. അമ്മ പുറത്ത് കെട്ടിയിരുന്നു. നമ്മളെല്ലാ പശുക്കളും ഇവിടെ കെട്ടാൻ തുടങ്ങിയില്ല. ഇപ്പോഴും ഇവിടെ പുറത്ത് കൊണ്ട് പോയി കെട്ടും. കറവ പശുക്കളിവിടെ ചേർത്തില്ല, ചെനയാണ്. അപ്പോൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് പേടിക്കാനുമില്ല. പിന്നെ കാലിനൊക്കെ ഒന്ന് ഇത്രയും സമയം നിന്നൊക്കെ വന്ന പശുക്കളല്ലേ, അതുകൊണ്ട് കാലിനൊക്കെ ഒന്നും കൂടെ ബലമൊക്കെ കിട്ടാനായിട്ടാണ് ഇവിടെ പുറത്ത് കൊണ്ടുപോയി കെട്ടുന്നത്. അപ്പോൾ ഇപ്പം സന്ധ്യയ്ക്ക് ഒരു 6 മണിയൊക്കെ ആയി. അമ്മ തിരിച്ചഴിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇവളാണ് നമ്മുടെ പുതിയ അതിഥി. അപ്പോൾ ഇവിടെ ഇനിയും ഒരു 10 ദിവസത്തിൽ കൂടുതലുണ്ട് കേട്ടോ. ഇവക്ക് പ്രസവത്തിനായിട്ട് 10 ദിവസത്തിൽ കൂടുതലുണ്ട്. ഇങ്ങനെ ഇവളുടെ വാല് കണ്ട് എന്ത് ഭംഗിയല്ലേ. നല്ല നീളമുള്ള മുടി, ചുരുണ്ട മുടി കിടക്കും പോലെ ഉണ്ട്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ മെടഞ്ഞൊക്കെ ഇട്ട് കൊടുക്കും. അത് ഉടനെ അഴിഞ്ഞും പോവും. 2 പ്രാവശ്യം അത് വാല് കറക്കി അടിക്കുമ്പോൾ ആ മെടഞ്ഞിലൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇവളാണ് ആള്. നല്ല അടിപൊളി കൊമ്പ് കണ്ടോ, കൊമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ വില നമുക്ക് 55 രൂപയാണ് ആയിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ, അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ ചന്ത നല്ല റേറ്റ് കുറവായിരുന്നു പശുക്കൊക്കെ. കാരണം നമ്മൾ ഇതുപോലത്തെ പശുവൊക്കെ ഏകദേശം 70,000 അടുപ്പിച്ചൊക്കെയാണ് മുന്നേ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ റോഡ് ചന്തയിൽ ഇപ്പം ഇത് നല്ല വില കുറവ്. ആ വ്യാഴാഴ്ച ചന്ത നല്ല വില കുറവായിരുന്നു. ഇത്ര നല്ല ലാഭത്തിനാണ് നമുക്ക് കിട്ടിയത്. ഇനിയുള്ള പ്രസവത്തിന് ശേഷം അറിയാൻ പറ്റും പാൽ എത്രയാണെന്നൊക്കെ. അപ്പോൾ നമ്മളത് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറമ്പി. ഇതുപോലത്തെ വേറൊരാളും കൂടെ ഉണ്ട് ഇവിടെ. നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഹീറ്റ് ആവാതെ നമ്മൾ കത്തിരിക്ക കൊടുത്ത് ഹീറ്റായി ഒരുത്തിയുണ്ടല്ലോ, അവളും ഇതാ ഇതുപോലെയാണ് കാണാൻ ഏകദേശം. അതിന് കൊമ്പില്ല, അവൾക്ക് കൊമ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഈറോഡ് പോയി ഇങ്ങനെ 1-2 പശുക്കളെ കൊണ്ടുവരുന്നത്. മുമ്പ് നമ്മൾ ചിന്താമണിയിൽ നിന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചിന്താമണിയിൽ പോലെ അന്നൊക്കെ പോകുമ്പോൾ വെള്ളയും കറുപ്പും പശുക്കൾ ഈറോഡ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ചിന്താമണിയിൽ കിട്ടുമ്പോഴത്തെ നല്ല വെള്ളയും കറുപ്പും നല്ല പാലുള്ള ഇനം പശുക്കൾ ഇപ്പം ഈറോഡും വരണുണ്ട്. അപ്പോൾ എല്ലാവരും പോയൊക്കെ ഒന്ന് നോക്കുക. ചന്ത, പുതിയ ചന്തയല്ല, ഇപ്പോഴത്തെ ചന്തയ്ക്ക് ഇച്ചിരി വില കുറവുണ്ടെന്നാണ് എൻ്റെ അനിയൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണുക. നമ്മുടെ പുതിയ ആളിതാണ്. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് ഇതാ, നല്ല മുടി, നല്ല ചുരുണ്ട മുടി പോലെ നന്നായിട്ട് കിടപ്പുണ്ട്. അത് എനിക്ക് വാല് നന്നായി ഇഷ്ടപ്പെട്ടു, ഒരു കൊമ്പും ഇഷ്ടപ്പെട്ടു. നമുക്കിവിടെ കുട്ടിയായിട്ട് ഇനി കാണാം. ഇനി ചേച്ചിയുടെ വീട്ടിലെ പശുക്കളെ കാണിച്ചു തരാം. അവിടെ 2 കൊണ്ടുവന്നായിരുന്നു, ആൻറ്റിക്ക് 2 കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ കാണിച്ചു തരാം. എനിക്കിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബിസിയാണ്. അങ്ങനെയാണ് വീഡിയോസ് ലേറ്റ് ആവുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ 2 വീഡിയോസും നമ്മൾ ഫുള്ളും 5 പശുക്കളെ കൊണ്ടുവന്ന് 4 പശുക്കളെയും കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. അപ്പോൾ ബൈ.